കൊച്ചിയിൽ എന്താ സ്ഥിതിവിശേഷം നോക്കാം. കൊച്ചിയിൽ നിന്ന് AT അശ്വതി ചേരുന്നുണ്ട്. അശ്വതി, വീണ്ടും കൊച്ചിയിൽ മഴ ശക്തമാകുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ. ഇന്നലെ രാത്രി പെയ്ത മഴയിൽ പലയിടത്തും വെള്ളം കയറിയതായി നേരത്തെ അശ്വതി റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇനിയുള്ള ദിവസങ്ങളിലും ശക്തമായ മഴ തന്നെയാണോ പ്രവചിച്ചിരിക്കുന്നത്? ലിബീഷ്, ഇപ്പോഴും ഓറഞ്ച് അലേർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. വലിയ രീതിയിലുള്ള മഴ വരും ദിവസങ്ങളിൽ ഉണ്ടാകുമെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം വ്യക്തമാക്കിയിരിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് നാളെ വലിയ രീതിയിലുള്ള മഴയാണ് പ്രവചിച്ചിരിക്കുന്നത്. മാത്രമല്ല ചില നിർദ്ദേശങ്ങൾ കൂടി, മുന്നറിയിപ്പുകൾ കൂടി നൽകുന്നുണ്ട്. പ്രത്യേകിച്ച് കൊച്ചി ഒരു തീരപ്രദേശം കൂടിയാണ്. അതുകൊണ്ട് മത്സ്യബന്ധനത്തിന് പോകാതിരിക്കാനായിട്ട് ആളുകൾ ശ്രദ്ധിക്കണം. ഒപ്പം തന്നെ മലയോര മേഖലകളുണ്ട്. എറണാകുളം ജില്ലയെ സംബന്ധിച്ച് തീരമേഖലയും അതുപോലെ തന്നെ മലയോര മേഖലയും വളരെ പ്രധാനപ്പെട്ടതാണ്. മലയോര മേഖലയിൽ പലയിടങ്ങളിലേക്കുമുള്ള ട്രക്കിംഗ് അടക്കമുള്ള കാര്യങ്ങൾ നിയന്ത്രിച്ചിട്ടുണ്ട്. കിഴക്കൻ മേഖലകളിൽ വലിയ രീതിയിലുള്ള മഴയാണ് പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ കൃത്യമായ മുൻകരുതലുകൾ എടുക്കണം എന്നതാണ് അധികൃതരുടെ മുന്നറിയിപ്പ്. പ്രത്യേകിച്ച് എറണാകുളത്ത് നിന്ന് ഇടുക്കി മേഖലകളിലേക്ക് പോകുന്ന ഇടങ്ങളിലെല്ലാം തന്നെ, മലയോര മേഖലകളിലെല്ലാം തന്നെ വലിയ രീതിയിലുള്ള മണ്ണിടിച്ചിൽ സാധ്യതകളുള്ള പ്രദേശങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഈ മഴ കൂടുതൽ കനക്കുകയാണെങ്കിൽ അത്തരത്തിലുള്ള സാധ്യത മുൻനിർത്തി മുന്നറിയിപ്പുകളും പറഞ്ഞിട്ടുണ്ട്, അധികൃതർ നൽകിയിട്ടുണ്ട്. എന്തായാലും മത്സ്യത്തൊഴിലാളികൾ വലിയ രീതിയിലുള്ള ജാഗ്രത പുലർത്തണം എന്നതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. മാത്രമല്ല നഗരപ്രദേശങ്ങളിലേക്ക് കടക്കുകയാണെങ്കിൽ ഇവിടെ വെള്ളക്കെട്ടാണ് അതിരൂക്ഷമായിട്ടുള്ളത്. പലയിടങ്ങളിലും പ്രത്യേകിച്ച് കാക്കനാട് ഇൻഫോ പാർക്ക് മേഖലകളിലാണ് ഇത്തവണ ഏറ്റവും അധികം വെള്ളക്കെട്ട് കാണാൻ സാധിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ കളമശ്ശേരി മേഖലകളിലും വെള്ളക്കെട്ട് രൂക്ഷമാണ്. ഇന്നലെ രാത്രി MG റോഡിൽ വലിയ രീതിയിലുള്ള വെള്ളക്കെട്ടുണ്ടായിരുന്നെങ്കിലും ഇന്ന് വെള്ളക്കെട്ട് കാണാനായിട്ട് സാധിച്ചിട്ടില്ല. ഇനി ഈ മഴ കനക്കുകയാണെങ്കിൽ ഒരുപക്ഷെ അത്തരത്തിലുള്ള വെള്ളക്കെട്ടിന് സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഇടപ്പള്ളി മേഖലകളിലൊക്കെ ഈ വെള്ളക്കെട്ട് ഉള്ളതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള ഗതാഗത കുരുക്കും നഗരത്തിൻ്റെ വിവിധ മേഖലകളിലുണ്ട്. അതാണ് നഗരത്തിലെ വലിയൊരു പ്രധാനപ്പെട്ട കാര്യം. ഈ ഗതാഗത കുരുക്ക് ഇങ്ങനെ തുടരുന്നത് കാരണം പല ആളുകൾക്കും കൃത്യമായി ജോലി സ്ഥലത്തോ മറ്റിടങ്ങളിലൊക്കെ എത്താനുള്ള ഒരു പ്രശ്നമുണ്ട്. ഈ കൊച്ചിയിൽ പൊതുവെ ഗതാഗത കുരുക്ക് വലിയ ഒരു പ്രശ്നം തന്നെയാണ്. അതിനിടയിലാണ് ഈ മഴയും വെള്ളക്കെട്ടും ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഗതാഗത കുരുക്ക് കുറെ കൂടി രൂക്ഷമായി എന്നാണ് മനസ്സിലാക്കുന്നത്. മാത്രമല്ല ഹൈക്കോടതി മേഖലകളിലൊക്കെ വെള്ളക്കെട്ട് അതിരൂക്ഷമാണ്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയിൽ ഇത് സംബന്ധിച്ച ഹർജിയും ഉണ്ടായിരുന്നു. വെള്ളിയാഴ്ചയാണ് ഈ ഹർജി പരിഗണിക്കാനായിട്ട് മാറ്റിയിട്ടുള്ളത്. ലിബീഷ്, ശരി.